സ്കൂബ ടീം ലോറിയിൽ ഈ കയർ കെട്ടും. അതിനുവേണ്ടി സ്കൂബ ടീമിൻ്റെ സഹായം കൂടി തേടും. അവരായിരിക്കും ഈ ലോറിയിൽ ഈ കയർ ബന്ധിപ്പിക്കുക. അതിനുശേഷം അതിനെ ഈ ക്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയർ ഉപയോഗിച്ച് ഉയർത്തുക എന്നതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പല വിധത്തിൽ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ കൂടുതൽ കരുത്തുള്ള റോപ്പുകൾ എത്തിച്ച്, നീളമുള്ള റോപ്പുകൾ എത്തിച്ച് പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. വലിയ ആഴമുണ്ട് ഈ ക്വാറിക്ക്. അവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. വലിയ ഉയർച്ചയും താഴ്ചയും ഒക്കെയുള്ള പ്രദേശമാണ്. അപ്പോൾ അതൊക്കെയും വലിയ പ്രതിസന്ധി ഈ രക്ഷാദൗത്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാരൊക്കെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ വലിയ ആഴം, ഈ ക്വാറിയുടെ വലിയ ആഴം വലിയ അപകട സാധ്യതയാണ്. അതുതന്നെയാണ് രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയായിട്ടുള്ള ഒരു ഘടകവും. ജിഷാദ്, വലിയ ആഴമുള്ള ക്വാറിയാണ്. ഏതാണ്ട് 70 അടി എന്ന് പറയുന്നു, 30 അടി എന്ന് പറയുന്നു. എന്താണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇത് ഉപയോഗശൂന്യമായിരുന്നോ? വലിയ അപകട സാധ്യത, ഇത്രയും തിരക്കുള്ള റോഡിൻ്റെ ഒരു ഭാഗത്ത് ഇത്ര വലിയ ആഴമുള്ള ഒരു ക്വാറി എന്ന് പറയുമ്പോൾ വലിയ അപകട മേഖലയാണോ അത്? രേണുക, 60 അടിയിൽ മുകളിൽ താഴ്ച ഉണ്ടാകും ഈ കോറിക്ക്. എന്തായാലും വാഹനം നിയന്ത്രണം വിട്ട്, അതായത് ടയർ പൊട്ടി വാഹനം ഈ കോറിയിലേക്ക് പതിച്ചെന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചത്. ഫയർഫോഴ്സ് അടക്കമുള്ള ടീം അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഫസ്റ്റ് റോപ്പ് എത്തിയിരുന്നു. 4 മണിയോട് കൂടിയിട്ടാണ്, 1 മണിക്ക് നടന്ന അപകടം 4 മണിക്ക് കൂടി എത്തിയിട്ടാണ് ഈ ക്രെയിൻ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഫസ്റ്റത്തെ സംവിധാനം, അതായത് റോപ്പ് കെട്ടി ഇറക്കി. ആ റോപ്പ് അതായത് വലിപ്പം പോരാഞ്ഞിട്ട് പിന്നീട് പുതിയ റോപ്പ് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ആ റോപ്പ് കെട്ടുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് കെട്ടി ഈ വാഹനം പൊന്തിച്ചതിന് ശേഷം ഈ ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിദാരുണമായ അപകടം. നാട്ടുകാരെല്ലാവരും ഇവിടെ സംഭവ സ്ഥലത്ത് കൂടിയിരിക്കുന്നു, വാർത്ത കേൾക്കുന്നു. നിരവധി ആളുകൾ തടിച്ചുകൂടുന്നു. അതിദാരുണമായ അപകടം. 4-5 മണിക്കൂർ അടുക്കുന്നു ഈ അപകടം നടന്ന്. ഈ ആള് ഇതിനകത്ത് അകപ്പെട്ടിട്ട് എന്തായാലും ഫയർഫോഴ്സിനോ നാട്ടുകാർക്കോ ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ, അദ്ദേഹത്തിന് നീന്തൽ അറിയാവുന്നത് കൊണ്ട് നീന്തി രക്ഷപ്പെട്ടു. പിന്നെ ഒപ്പമുണ്ടായിരുന്ന സഹായിയാണ് ഈ അപകടത്തിൽ, അതായത് വാഹനത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്, മുസ്തഫ എന്നാണ് പേര്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരുടെ വാഹനം എന്ന് പറഞ്ഞാൽ അതായത് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമാണ്. അതായത് മലയിൽ ഫാം ഹൗസിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ്. ആ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇടയിലാണ് ഈ വാഹനത്തിൽ അതായത് അമിത ഭാരമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായെന്നൊന്നും അറിയില്ല. എന്തായാലും ടയർ പൊട്ടി ഈ വാഹനം ഈ കോറിയിലേക്ക് പതിച്ചതാണ് നമുക്ക് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അകത്ത് ഈ മുസ്തഫ അകപ്പെട്ടിട്ട് 5 മണിക്കൂറിലേക്ക് അടുക്കുന്നു. എന്തായാലും ഈ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. രേണുക, ജിഷാദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാനുള്ള വളരെ ഊർജിതമായ ശ്രമമാണ് നടക്കുന്നത്. വലിയ റോപ്പ് കൊണ്ടുവന്ന് ആ റോപ്പുമായി സ്കൂബ ഡൈവേഴ്സ് ഈ താഴേക്ക് പോയി അത് ലോറിയിൽ ബന്ധിപ്പിച്ച് ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ ദുർഘടമായിട്ടുള്ള രക്ഷാദൗത്യമാണ്. ഏതാണ്ട് 60 അടിയിൽ കൂടുതൽ ആഴമുണ്ട് ഈ ക്വാറിക്ക് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അടിത്തട്ടിലാണ് ഈ ലോറി അകപ്പെട്ടിട്ടുള്ളത്. അത്രയും ആഴത്തിൽ നിന്ന് ഇതിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരണം എന്നതാണ് ആ ദൗത്യം. എന്തായാലും അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ആദവനാട് പഞ്ചായത്തിലെ പരിധി പ്രദേശത്തടുത്ത് നമ്മുടെ കെൽടെക്സിന് നേരത്തായ ഊരത്തപ്പള്ളി എന്നും പറയും. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 12-12:30 മണിയായിരിക്കും ഈ അപകടം സംഭവിച്ചത്. ഈ വണ്ടിന്റെ ബ്രേക്ക് പോയി എന്നാ പറഞ്ഞ് കേൾക്കുന്നത്. എയ്ച്ചർ വണ്ടിയാണ്. രണ്ട് പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഒരാൾ ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളിപ്പോ വെള്ളത്തിനടിയിലും വണ്ടിയും മറ്റേ ഒരാൾ രണ്ടും കൂടി വെള്ളത്തിന്റെ അടിയിലാണ്. ഇതിനു മുമ്പ് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിന്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോ PWD അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല.
പക്ഷെ ഭരണസമിതി ഇപ്പൊ തന്നെ ഈ അപകടം അറിഞ്ഞേക്കന്നെ ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ ഒരു നെയിം ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12:30 കഴിയുന്ന സമയത്തേക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നതാണ് പറയുന്നത്. അത് ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടം സംഭവിച്ചു എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വ്യക്തി നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ രക്ഷാദൗത്യം എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വലിയ റോപ്പുകൾ എത്തിച്ച് അത് ലോറിയുമായി ഘടിപ്പിച്ച് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്കൂബ ഡൈവേഴ്സ് അവിടെയുണ്ട്. ഫയർഫോഴ്സിൻ സേനാംഗങ്ങളും അവിടെയുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ സ്കൂബ ഡൈവേഴ്സ് മുസ്തഫയ്ക്ക് അടുത്തുവരെ എത്തിയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ലോറി മുഴുവനായും ഉയർത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ പലയിടങ്ങളിലായി എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോറിയാണ്. നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ലോഡുമായിട്ടായിരുന്നു ലോറി വന്നിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 60 അടിയിലധികം താഴ്ചയുള്ള ക്വാറിയിലേക്കാണ് ഈ ലോറി മറിഞ്ഞിരിക്കുന്നത്. ലോറി നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പോലും പറ്റാത്ത അത്രയും ആഴത്തിലേക്കത് പോയിരിക്കുകയാണ്. വളരെ അപകടകരമായ ക്വാറിയാണ്, വലിയ ആഴമുള്ള ക്വാറിയാണ്. അവിടെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം നടക്കുന്നത്. വാഹനത്തിൻ്റെ ഡ്രൈവർ ജാഫർ ആദ്യം തന്നെ നീന്തി രക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളാണുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. മുസ്തഫയ്ക്കായുള്ള തെരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.